പ്രിയ സുഹൃത്തുക്കളെ, മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ മണിച്ചിത്രത്താഴിൽ നിന്നും അടർത്തിയെടുത്ത ചില രംഗങ്ങൾ തമാശയിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. ചിരിച്ചുകൊണ്ട് വിജയിപ്പിക്കുമല്ലോ. ശബ്ദം നൽകിയവർ: എം.എച്ച്. തയ്യിൽ, സജീവൻ ഒടിയിൽ, റിയാസ് ബാബു. ശബ്ദലേഖനവും മിശ്രണവും എം.എച്ച്. തയ്യിൽ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം സജിത് സഹൃദയ. അങ്കനമാ മൗലിമണി തിങ്കളാസ്യേ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസകർ മൊഴിക നൽകി ദേവി മാണിക്യവാസകർ മൊഴിക നൽകി ദേവി ഇളങ്കോവടികൾ ശീലമ്പു നൽകി തമിഴകമാകയും ശൃംഗാരറാണി പഴമുതിർ കൊഞ്ചലിൻ ചോലയായി തമിഴകമാകയും ശൃംഗാരറാണി പഴമുതിർ കൊഞ്ചലിൻ ചോലയായി. അങ്ങനെ ആ നിമിഷം വന്നിരിക്കുന്നു. ഗംഗ വീണല്ലേ, പലകയുടെ മുകളിൽ കിടത്തു. നകുലനെവിടെ? ഹലോ, ഇങ്ങോട്ട് നോക്ക്, ഇവിടെയാണ് നകുലൻ. അയ്യോ, ഇതാണോ നകുലൻ? ഇയാളെ കണ്ടിട്ടൊരു നകുലൻ ലുക്കില്ലല്ലോ. ഓ, നിങ്ങക്ക് വലിയ ഡോക്ടർ സണ്ണി ലുക്കാണല്ലോ. ആ, തൽക്കാലം ഈ തല ചുറ്റി വീണ ഗംഗന്റെ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് പറയും. ഇവിടെ കറക്കാൻ പറ്റുന്ന പലക വല്ലതും കിട്ടുമോ? അതിപ്പോ എന്തിനാ ഒരു പലക? എന്നാലല്ലേ കറക്കി എടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ വെട്ടുകൊള്ളില്ലേ? ആ, അത് ശരി. അപ്പൊ നിങ്ങക്ക് കറങ്ങണ ഒരു ബാർബിക്ക് പലക വേണം. തോമേ, ഒരു ബാർബിക്ക് പലക കൊണ്ടേ. ഞാനൊരു സുന്ദരന, ഈ നാട്ടിലെ കിന്നര കോമളന, മതകാമിനിമാരുടെ കാമുകന, പണ്ടേ ഞാനൊരു വീടന. അല്ല, ഇവനാരാ? ആ, ഇത് സൈലന്റ് തോമ. അത് മനസ്സിലായി. ഇവനെന്തായി വീട്ടിൽ കാര്യം? ഓൻ തോന്നക്കല്ല പഞ്ചായത്തിലെ അരി പെറുക്കിയെടുക്കാൻ വന്നതൊന്നുമല്ല. അത് എങ്ങനെ കറക്കിയെടുക്കാൻ പലകേറ്റ് വന്നതൈക്കാരം. ആരും പോകാത്ത വഴികളിലൂടെ. ഹലോ, അത് എന്റെ ഡയലോഗാണ്. അതായത് ചിലപ്പോൾ ആരും പോകാത്ത വഴികളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ പോയെന്നിരിക്കും. ആരും പോകാത്ത വാടക സ്റ്റോറിൽ പോയിട്ട് എടുത്തുകൊണ്ട് വന്ന പലയാണെന്ന് പറയാൻ നോക്കിയതാ. വെട്ടിട്ട പായ പോലെ എന്റെ ഗംഗ എങ്ങനെ കിടക്കുമ്പോ നിങ്ങൾക്കൊക്കെ അടി കൂടാ എങ്ങനെ തോന്നുന്നേ? കഷ്ടം. ആരുമില്ലാത്ത നിനക്ക് ഒരു കഷ്ണം പലയും ഒരിറ്റു വെള്ളവും തന്ന തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്റെ ഗംഗനെ വഷളാക്കാഞ്ഞിപ്പോ ആരൊക്കെ വരാണ്ട് റബ്ബേ. അല്ല തോമ, എന്തിനാ നമുക്കൊരു ഡബിൾ മീനിങ് ഒക്കെ? നമുക്ക് മാന്യന്മാരെ പോലെ സംസാരിച്ചാ പോരെ? ഗംഗയെ കാണുമ്പോൾ പുരാണത്തിലെ ഡബിൾ മീനിങ് ഒന്നുമില്ലാത്ത കുന്തിദേവിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മറ്റെന്തും ഞാൻ സഹിക്കും. മനുഷ്യനെ ബോഡി ഷെയിം ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്കാവില്ല. കറുപ്പിൻ്റെ, വെളുപ്പിൻ്റെ, തടിയുടെ, ഉയരത്തിൻ്റെ, വണ്ണത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ അപമാനിക്കുന്നത് ആരായാലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഇവനെ തുറങ്കിലടക്കൂ. விடமாட்டேன் விடமாட்டேன். அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாய,
உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். അല്ല, എന്റെ കെട്ടിയോട് ഇവിടെ കിടന്ന് കൺട്രോൾ ഇല്ലാതെ പിച്ചും പെയ്യും പറയാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. നിന്ന് കഥാപ്രസംഗം നടത്താത്ത തേങ്ങ ഉടക്കന്റെ സ്വാമി. എന്റെ ഫലയുടെ വാടകയിട്ടിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. മരണക്കിടക്കയിൽ പോലും കണക്ക് ചോദിക്കുന്ന കാലമേ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. അച്ഛനെ അടക്കാൻ ഒരു തുണ്ട് ഭൂമിക്കായി തമ്പരാന്മാരുടെ ഔദാര്യത്തിനായി കാത്തു നിൽക്കുന്ന എന്നെപ്പോലെയുള്ള അത്താണി ഭാവങ്ങൾക്കുള്ള നാടാണ് നമ്മുടേത്. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. എന്നാൽ നോക്കി നിൽക്കാതെ തോമയെ പട്ടടയിലേക്ക് എടുക്കൂ. അവന് മരിച്ചാൽ പോലും അടക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ലാത്തവനല്ലേ? അത് ശരിയാ. ഗംഗയെ എടുക്കാനെന്ന് പറഞ്ഞ് എൻ്റെ കൈ കൊണ്ട് എന്നെ തന്നെ സമാധിയാക്കാനുള്ള പ്ലാനായിരുന്നു അല്ലേ? ആരും കാണാത്ത വഴികളിലൂടെ ഓടാനാണ് എനിക്ക് തോമയ്ക്കിഷ്ടം. നകുല, എല്ലാവരും പോയ സ്ഥിതിക്ക് ഇനി നീ തന്നെ ഇതാ. ഇവിടെ കുറെ കാലമായി ഞാൻ സഹിക്കണ്. ഇനി ഇവിടെ കത്തിക്കുത്തും കൂടി ഞാൻ കൊള്ളണോ? വേണ്ട, കുത്തുകൊള്ളുന്ന പോലെ അഭിനയിച്ചാ മതി. എല്ലാരും കാല ഇവനുകൾ മറന്ന സ്ഥിതിക്ക് ഇനി നമുക്കൊന്നായിക്കൂടെ ഗംഗേ? रात कली एक ख्वाब में आई और गले का हार हुई। रात कली एक ख्वाब में आई और गले का हार हुई। सुबह को जब हम नींद से जागे आँख तुम्हीं से चार हुई। रात कली एक ख्वाब में आई और गले का हार हुई। चाहे कहो इसे मेरी मोहब्बत, चाहे हंसी में उड़ा दो, ये क्या हुआ मुझे. ഡോക്ടർ സണ്ണിയായി വേഷമിട്ടത് റിയാസ് ബാബു. സൗണ്ട് തോമയായി നിങ്ങളുടെ മുൻപിലെത്തിയത് ജനപ്രിയ നായകൻ സജീവൻ ഒടിയിൽ. ശോഭന അനശ്വരമാക്കിയ ഗംഗയുടെ റോളിൽ നിങ്ങളുടെ മുൻപിൽ വന്നത് സീന. മലപ്പുറം നകുലനായി റഫീഖ് പാലോളി. ബോച്ചയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രശസ്ത സിനിമാ താരം അനസ് ഇബ്രാഹിം. ഹാഫിൽ, ജിതേഷ്, പ്രശോഭ്, അശോകൻ എന്നിവർ സപ്പോർട്ടിംഗ് റോളുകളിൽ എത്തി. ശബ്ദലേഖനവും ശബ്ദമിശ്രണവും ചെയ്തത് MH തയ്യൽ. ഈ ഡ്രാമ സ്പൂഫ് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത് നിങ്ങളുടെ മുൻപിൽ എത്തിച്ചത് സജിത് സഹൃദയ. और लटों में काली घटा का बसेरा, सांवली सूरत मोहनी